ഏറെ സന്തോഷമുള്ള ഒരു ദിനമാണ്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നേട്ടങ്ങളുടെ വർഷമായിരുന്നു. എല്ലാ മേളകളിലും സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു വിദ്യാലയമാണ് നമ്മുടെ. 3200 വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലും 500ഓളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ എല്ലാ മേളകളിലും ശാസ്ത്രോത്സവത്തിൽ നമുക്ക് ചാമ്പ്യൻഷിപ്പ്, കലോത്സവത്തിൽ ജില്ലാതലത്തിൽ ജില്ലയിലെ മികച്ച വിദ്യാലയം, കൂടാതെ സംസ്ഥാന കലോത്സവത്തിൽ കണ്ണൂർ ജില്ലക്ക് സ്വർണ്ണക്കപ്പ് നേടിയപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ വിദ്യാലയം, സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ മികച്ച 2ാമത്തെ ശാസ്ത്ര വിദ്യാലയം, അങ്ങനെ എല്ലാ രംഗത്തും ഈ വർഷം നേട്ടം കൈവരിച്ച ഒരു കാലഘട്ടം. കൂടാതെ സ്പോർട്സ് രംഗത്ത് 40ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷവും ഈ വർഷമുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ ഞാൻ ഏറെ ദീർഘിക്കും. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് നമ്മുടെ വിശ്വനാഥിക്ക് 11:30 കണ്ണൂരിൽ എത്തേണ്ടതുകൊണ്ട് ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കാനുള്ള ഒരു ചടങ്ങാണ്. ആ അനുമോദ ചടങ്ങിലെ സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണ് എൻ്റേത്. സമ്മാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ കല, അത് സ്പോർട്സ് ആയാലും ശരി മറ്റു കലകളായാലും ശരി, അത് നിങ്ങൾ തുറന്നു കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ ഈ കല, സ്പോർട്സ് ആയാലും കലയായാലും തന്നെ നമ്മുടെ ഒരു തരത്തിലുള്ള അക്രമങ്ങൾക്കും നമ്മുടെ അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു ആളുകളായി മാറി. ഒരിക്കലും നിങ്ങൾ നോക്കിയാൽ സംഗീതത്തിൽ ആരെങ്കിലും ഉണ്ടോ ഒരാളെ കൊന്നതായിട്ട് കേട്ടിട്ട്, ഏതെങ്കിലും ഒരു മോഷണം നടത്തിയിട്ട് കേട്ടിട്ട്? നിങ്ങൾ അങ്ങനെയൊന്നും ആളുണ്ടാവില്ല. കാരണം നിങ്ങൾ ആ കഥ എന്ന് പറയുന്നത് വയലാറിന്റെ സർഗസംഗീതം എന്ന് പറയുന്ന ഒരു കവിതയിൽ പറയുന്നത് വാളല്ല സമരായുധം എന്ന് പറയുന്നത്, അതേ വാളല്ല എന്റെ സമരായുധം. അദ്ദേഹം തന്റെ കയ്യിലുള്ള ഒരു വാള് വിറ്റുകൊണ്ട് മണിപ്പട്ടിണ വായിക്കുക ചെയ്തത്. എന്തുകൊണ്ടാ? അതിന് സംഗീതം പഠിക്കാനും സംഗീതത്തിന് ആസ്വദിക്കാനും താനൊരു വിപ്ലവകാരി ആവല്ല. വയലാർ രാമ പറഞ്ഞത് വിപ്ലവകാരി ആവില്ല, ഞാനൊരു സംഗീതത്തെ സ്നേഹിക്കുകയാണ്, ഞാനൊരു സമാധാന പ്രിയനാവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ആ സത്യസംഗീതം എന്ന് പറയുന്ന കവിതയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും സമാധാനത്തിന്റെ വക്താക്കളാവണം. അത് മാത്രമാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ആതിരമാരും ആദ്രമാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ആതിരയും ആദ്രയൊക്കെ ഉണ്ടാവുന്നത് ആ സമയത്ത് ഞാൻ അവരെ സ്നേഹിച്ചിരുന്നത് അല്ലെ അവരെ പ്രണയിച്ചത് NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന് പറയുന്നതിലുണ്ട്. ആദ്രമീ ധനുമാസ രാവുകളിലൊന്ന് ഇവരുടെ ആ ഒരു കവിതയുണ്ട്. ആ കവിത അന്ന് ആ എന്റെ തീക്ഷ്ണ യൗവന കാലത്ത് ഞാൻ ആ കവിതയെ പ്രണയിക്കുമ്പോ അതിന് ഇപ്പൊ മധ്യാഹ്നത്തിന് ഞാൻ നിൽക്കുമ്പോ നമുക്ക് പഴയൊരു മന്ത്രം സ്മരിക്കാം, പഴയൊരു മന്ത്രം സ്മരിക്കാം, നമുക്ക് ഒന്നായിട്ട് നിൽക്കാം, ഒരു ഊന്നുവടിയായി മാറുക ആ സഫലമീ യാത്ര എന്ന NN കക്കാടിന്റെ വളരെ പ്രശസ്തമായ കവിത. ഞാൻ ഈ NN കക്കാടിനെ കൊണ്ട് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ NN കക്കാടുമായി രക്തബന്ധമുള്ള ഒരാളാണ് നമ്മുടെ ഡോക്ടർ M. പീയൂഷ് നമ്പൂതിരിപ്പാട്. ഞാൻ അദ്ദേഹത്തെ ഇന്നലെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ NN കക്കാടിന്റെ സഫലമീ യാത്ര എന്റെ മക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും വേണ്ടി ആലപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുധീന്ദ്രൻ മാഷ് വളരെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും
അദ്ദേഹത്തിന്റെ ഇപ്പൊ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു പുസ്തകമാണ് ചിലങ്കയൂരിയ നർത്തകീയങ്ങൾ. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ബയോഡാറ്റ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ആരാണെന്ന്. സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഈ ഒരു വലിയ മനുഷ്യനുണ്ടായത് നിങ്ങൾ മനസ്സിലാവണം. മേപ്പയൂർ LP സ്കൂൾ, പേരാമ്പ്ര, മേപ്പയൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി, അത് കഴിഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS, പിന്നീട് ബോംബെയിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ഡിപ്ലോമ, മധുരൈ കാമരാജ് സർവകലാശാലയിൽ നിന്നും MBA, മദ്രാസ് സർവകലാശാലയിൽ നിന്നും മനഃശാസ്ത്രത്തിൽ MA, വിദൂര പഠന പദ്ധതിയിൽ വിവിധ സർവകലാശാലകളിൽ നിന്നും ഇംഗ്ലീഷിലും ചരിത്രത്തിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ബിരുദാനന്തര ബിരുദങ്ങൾ, സംഗീതത്തിലും ജ്യോതിഷത്തിലും പാണ്ഡിത്യം. 1000-ലധികം വേദികൾ ആത്മീയ പ്രഭാഷകൻ, തിരഞ്ഞെടുത്ത വേദികളിൽ 250-ൽ പരം കർണാടക സംഗീത കച്ചേരികൾ, പഴയകാല കലാപ്രതിഭ. നിങ്ങൾ ആലോചിക്കേണ്ടതാ, പഴയകാല കലാപ്രതിഭയാണ് അദ്ദേഹമാണ്. ഇന്ന് കണ്ണൂർ ജില്ലയുടെ DMO ആയിരിക്കുന്നത്. പഴയകാലത്ത് പഴശ്ശിരാജ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പഴശ്ശിരാജ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിന്റെയും സ്ഥാപകൻ, പഴശ്ശിരാജ ജില്ലാ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ഥാപകൻ, മറ്റ് നിരവധി സാംസ്കാരിക സംഘടനകളുടെയും സാന്നിധ്യം. 1996 മുതൽ സർക്കാർ ഡോക്ടർ ആശുപത്രി വികസന സമിതിയുമായി ചേർന്ന് മാതൃകാപരമായി വിജയിച്ച നിരവധി പ്രൊജക്ടുകൾ, പേരാമ്പ്ര ഡയബറ്റിക് ഫൗണ്ടേഷൻ, പാഥേയം, ധന്വന്തരി, ഡയാലിസിസ്, നിധി, പുനർജനി തുടങ്ങിയ നിരവധി ജനകീയ ആരോഗ്യ പദ്ധതികളുടെ വഴികാട്ടി ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ അഡീഷണൽ ഡയറക്ടറും കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറുമാണ്. അമേരിക്ക, UK തുടങ്ങിയ 20ഓളം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. നിരവധി സർവകലാശാലകളിൽ പ്രഭാഷകനായും പങ്കെടുത്തു. നിരവധി സംഘടനകളുടെ പുരസ്കാരങ്ങൾ, SK പൊറ്റക്കാട് അവാർഡ്, മാപ്പിളകലാ സാഹിത്യ അക്കാദമി അവാർഡ്, ദേവരാജൻ മ്യൂസിക് അവാർഡ്, കലാ സാഹിത്യ അവാർഡ്, നിള കലാസമിതിയുടെ പുരസ്കാരം തുടങ്ങിയ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട്. അത്രയും പ്രശസ്തനായ ഒരു വ്യക്തിയെ കൊണ്ടാണ് നിങ്ങൾക്ക് ഉപഹാരങ്ങൾ തരുന്നത്. ആ കൈകൾ വളരെ ശുദ്ധമാണ്, വളരെ പൈതൃകമായ ഒരു കൈകളാണ്. ആ കൈകളിലൂടെയാണ് നിങ്ങൾക്ക് തരുന്നത്. എൻ്റെ അനുജന്റെ മകൻ കാർത്തിക് ജിതേഷ് അടക്കമുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ എല്ലാവർക്കും, വിജയിച്ചിട്ടുള്ള ഇവിടെ എത്തിയ മുഴുവൻ കുട്ടികൾക്കും അഭിവാദ്യങ്ങൾ, PTA എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ, നിങ്ങൾക്ക് ഉപഹാരങ്ങൾ തരുവാനും നല്ലൊരു NN കക്കാടിന്റെ കവിത ആലപിക്കാനും ഒക്കെ ആയിക്കൊണ്ട് ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാടിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിന്റെ സാരഥികൾ, ഗുരുക്കന്മാർ, ഗുരുനാഥന്മാർ, അവരുടെ എല്ലാ നന്മകൾക്കും മുമ്പിൽ പ്രണമിക്കുന്നു. ഇന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ GV രാകേഷ്, സ്വാഗതം പറഞ്ഞ സുധീന്ദ്രൻ മാസ്റ്റർ, നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അരവിന്ദൻ മാസ്റ്റർ, കൃഷ്ണൻ മാസ്റ്റർ, അനിൽകുമാർ, TK ഷാജി, മാധ്യമ സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ പിഞ്ചുകുട്ടികൾ, എന്നെ ഇവിടത്തേക്ക് വിളിച്ചത് രാകേഷാണ്, നിങ്ങളുടെ PTA പ്രസിഡന്റ്. അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിന് 10 വർഷത്തിലേറെ നീളമുണ്ട്, ചരിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ഒരു പരമ്പരയുടെ ഭാഗമായി ഇന്നും അവർ ജീവിക്കുന്നുണ്ട്. കളരി ആശാന്മാരുടെ രംഗവിഹാരം നടത്തിയ ഈ മണ്ണിൽ ആ മനുഷ്യൻ്റെ മുൻപുള്ള തലമുറ ഒരു നാടിൻ്റെ നന്മകളെ നോക്കി, പച്ച വെളിച്ചത്ത് നോക്കി, ഒരു നാടിൻ്റെ ധർമ്മയുദ്ധത്തിന് വേണ്ടി നിലകൊണ്ട വലിയ മനുഷ്യരുടെ ഇന്നത്തെ പ്രതിനിധിയാണ് രാകേഷ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലവട്ടം പോയി, അവരുടെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹസാഠ്യത്തിന് വഴങ്ങിയാണ് ഇന്ന് ഞാനിവിടെ വന്നത്. തിരക്കുള്ളതിനാൽ വിശാലമായി സംസാരിക്കുന്നില്ല, പക്ഷെ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിന്നിവിടെ ഒരു യോഗം വിളിച്ചത് തന്നെ സംസ്ഥാന തലത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചുള്ള വിദ്യാർത്ഥിനികൾക്കുള്ള പുരസ്കാരം നിങ്ങൾക്ക് സമർപ്പിക്കാനാണ്. പുരസ്കാരം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മികവ് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണിതല്ല പുരസ്കാരം. മത്സരത്തിൽ പങ്കെടുത്താൽ തന്നെ അതൊരു ഭാഗ്യമാണ്. മത്സരത്തിൽ ജയിച്ചവർ മത്സരത്തിൽ പിന്നോട്ട് പോയവരെക്കാൾ മുമ്പിലുള്ളവരല്ല.
പങ്കെടുക്കുന്നത് തന്നെ ഭാഗ്യമാണ്. ചിലർ അതിന് നിമിത്തമാകുന്നു എന്ന് പറയുന്നത് അവർ ഭാഗ്യം. 1, 2, 3 സ്ഥാനങ്ങൾ മാത്രമല്ല, പങ്കെടുത്തവരെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്ന കുട്ടികളാണ്. എല്ലാവർക്കും കലകളുണ്ട്, സംഗീതമുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തെയാണ് ഞാൻ ഈ കലാലയത്തിൽ വരുമ്പോൾ കണ്ടത്. കേരളത്തിൽ നിരവധി കലാലയങ്ങളിൽ ഞാൻ പോവാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഗുരുക്കന്മാരോട് ഞാൻ ഒരു കാര്യം പറയാം. അത്രയധികം കലാലയത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്തൊരു പ്രത്യേകത ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഏറെക്കുറെ ഭംഗിയായി വെച്ചിരിക്കുന്നു ഈ കലാലയം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഇവിടുത്തെ അധ്യാപകർ, ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്കും, ഒരു ഡോക്ടർ എന്ന നിലയ്ക്കും, ആരോഗ്യവകുപ്പിൻ്റെ ജില്ലയിലെ മേധാവി എന്ന നിലയ്ക്കും ഒക്കെ ഞാൻ ഇവിടുത്തെ ഓരോ അധ്യാപകരെയും എൻ്റെ ഗുരുക്കന്മാരെയും മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അത്രത്തോളം നന്നായിട്ടുണ്ട് നിങ്ങൾ ഈ കലാലയം. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകൂ. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ നല്ല ചിന്തകളും നല്ല കാഴ്ചപ്പാടുകളും ഉണ്ടാകും. ഞാനിവിടെ ആദ്യം പോയത് നിങ്ങളുടെ ലൈബ്രറിയിലേക്കാണ്, വായനശാല. അത് കഴിഞ്ഞ് പോയത് ഓഫീസിലേക്കാണ്. പലയിടങ്ങളിലും ഞാൻ പോകാറുണ്ട്. ചെറിയ കലാലയം മുതൽ വലിയ കോർപ്പറേറ്റ് നടത്തുന്ന കലാലയം, ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ നടത്താൻ സാഹചര്യം ഒരുക്കുന്നത് വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിൻ്റെ മാനേജ്മെന്റ്, PTA, അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, രക്ഷകർത്താക്കളുടെ സംഘടനകൾ, കുട്ടികൾ, അതിലെല്ലാം ഉപരി അതിന് നേതൃത്വം നൽകുന്ന ഹെഡ്മാസ്റ്ററും പ്രിൻസിപ്പളും, ഇവരാണ് ഇതിൻ്റെ വഴികാട്ടികൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് ഇത്തരം മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് ഈ സ്കൂളിൽ പഠിക്കുക, ഇവിടുന്ന് നല്ല മാർക്ക് മേടിക്കുക, സന്തോഷപൂർവ്വം ഈ കലാലയത്തിനോട് വിട പറയുക എന്ന് പറയുന്നത് നിങ്ങൾ ഓരോ കുട്ടികൾക്കും ഭാഗ്യമാണ്. അതുകൊണ്ട് ഈ ഭാഗ്യം നുകരാൻ നിങ്ങൾ സാധിച്ചതിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുന്നു. ഇനി ചില കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഇനി ഒരുപാട് വളരാനുണ്ട്. ഈ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ഈ കലാലയത്തിലും ഗുരുക്കന്മാർക്കും കൊടുക്കുന്ന ദക്ഷിണ എന്തെന്ന് പറഞ്ഞാൽ, ഭാരതത്തിന്റെ പാരമ്പര്യത്തിനനുസരിച്ചാൽ ഒരു കാര്യം ഞാൻ ഏത് എവറസ്റ്റിന്റെ മേലെയും കയറി പറയും. ഒരു അധ്യാപകന്, ഒരു ഗുരുവിന്, ഒരു കലാലയത്തിന് ഈ ഇരിക്കുന്ന പിഞ്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ഒരു ദക്ഷിണയും, ആ ദക്ഷിണ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 3 അക്ഷരമാണ്. ആ അക്ഷരം ഗുരുത്വം എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് നിങ്ങൾ ഇവിടെ സമർപ്പിക്കണം. ഈ അധ്യാപകർക്ക് കൊടുക്കണം ഗുരുത്വം. നിങ്ങൾ നേടുന്ന ഓരോ വിജയവും ആ ഗുരുത്വത്തിന്റെ പേരിലുള്ളതാണ്. എന്താണ് ഗുരുത്വം എന്ന് പറയലേ? ഗുരുത്വം എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സാന്ത്വനവും സംഗീതാത്മകപരമായും സംസ്കൃതപരവുമായ ഒരവസ്ഥയുണ്ട്. അവസ്ഥയെ ഗുരുത്വം എന്ന് പറയുന്നത്. മികച്ച മനുഷ്യനാകുക എന്നുള്ളതാണ് ഗുരുത്വം കൊണ്ട് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത്. നല്ല മനുഷ്യനാകാൻ ഭാഗ്യം വേണം. ഇപ്പൊ അക്കാദമിക് ബിരുദം കിട്ടിയതുകൊണ്ട് കാര്യമുണ്ട്. ഈ ഇരിക്കുന്ന കുട്ടികൾക്ക് നാളെ സാധിച്ചേക്കാം, ഈ അധ്യാപകർക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം. പക്ഷെ ഞാൻ നിരവധി അക്കാദമിക് ബിരുദങ്ങൾ എടുത്തയാളാണ്. അതുകൊണ്ട് ഞാൻ വലിയ മനുഷ്യനാകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും കരുതരുത് ഞാനൊരു വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ മുമ്പിലുള്ള തെങ്ങിൽ കയറ്റ തൊഴിലാളികളുണ്ടല്ലോ, അവർ നമ്മളെക്കാളും വലിയവരാണ്. അവരുടെ അറിവ്, അവർ മുകളിൽ പോയിരുന്നു, തേങ്ങ പറിക്കുന്നു, അവർ വെളിച്ചം താഴെ ഇടുന്നു, നല്ലത് അതിൻ്റെ അടിച്ചാരമൊക്കെ താഴെ ഇടുന്നു, അവർ ജീവിക്കുന്നു. നമ്മളെക്കാളും അറിവ് ചില മേഖലകളിൽ അവർക്കുണ്ട്. നമ്മുടെ നാട്ടിലെ ഓരോ ജോലിക്കാരും, ഓരോ കർമ്മം ചെയ്യുന്നവരും അതിൻ്റെതായ അറിവുകൾ അവർക്കൊക്കെയുണ്ട്. നിങ്ങളിപ്പോ ഈ മുകളിലോട്ട് പ്രപഞ്ചത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്ന ഗോളങ്ങളിലെ സൂര്യനുണ്ട്, അത് കഴിഞ്ഞ് നക്ഷത്ര വ്യൂഹങ്ങളുണ്ട്, ഗ്രഹങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളുണ്ട്, ജീവജാലങ്ങൾ. നിങ്ങൾ എണ്ണിയാൽ തീരുമോ? വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, ഈ പ്രതലങ്ങളിൽ നടക്കുന്ന 10,000-കണക്കിന് ജന്തുക്കൾ, ജീവജാലങ്ങൾ. ഇവരൊക്കെ നിങ്ങൾക്ക് എണ്ണിയാൽ തീരും. ഈ മനുഷ്യ ജന്മം മുഴുവൻ മന്വന്തരോളം നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഈ പ്രകൃതിയുടെ അറിവിന്റെ ഒരു ഇത്തിരി നിങ്ങൾക്ക് നേടാൻ സാധ്യമല്ല. ഒരു സമുദ്രത്തിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ശൂന്യതയില്ലേ, അറ്റം കാണില്ല. അതല്ലെങ്കിൽ എവറസ്റ്റിനെ, ഹിമാലയത്തെ നോക്കി നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു മനസ്സിന്റെ വാതായനങ്ങൾ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് നോക്കത്താൽ
ദൂരത്തുള്ള ഒരവസ്ഥയാണ് ഓരോ വിഷയവും പഠിക്കുമ്പോൾ കുട്ടികൾക്ക് എത്തിച്ചേരുന്നത്. നിങ്ങളിപ്പോൾ ബയോളജി പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു പുസ്തകത്താളിലെ ചില സൂത്രവാക്യങ്ങളും ചില അക്ഷരങ്ങളും ഒക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങൾ പഠിപ്പ് പൂർണ്ണമാവുമോ? എത്ര പഠിച്ചാലും മതി വരരുത്, എത്ര പഠിച്ചാലും തീരില്ല, എത്ര പഠിച്ചാലും ഈ മോഹനമായ ഈ ജീവിത സൗഭാഗ്യത്തെ നിനക്ക് തോന്നുന്നു നിൽക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ആ സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ നല്ല മനുഷ്യരാകുന്നത്, നല്ല കുട്ടികളാകുന്നത്. മാത്രമല്ല, നിങ്ങളിപ്പോ ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വളരുകയാണ്. വളരുമ്പം ശാസ്ത്രത്തിൽ എന്താ പറയുന്നതെന്ന് അറിയോ? ശരീരകോശങ്ങൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വളരുമ്പോൾ പല പല കോശങ്ങളും നമ്മളിങ്ങനെ വളർന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അർത്ഥനിമിഷങ്ങളും നമ്മളെ തള്ളിപ്പോകുമ്പോൾ നമുക്ക് പ്രായമേറുന്നു. ഏറെ കുറെ ഒരു 120 വയസ്സ് വരെ 140 വയസ്സ് വരെ മനുഷ്യന്റെ ജന്മം നീട്ടിക്കൊണ്ടുപോകുന്നത് നാം കണ്ടിട്ടുണ്ട്. അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാലും ആപേക്ഷികമായി കുറച്ചു കാലം നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന അച്ഛൻ, നിങ്ങളെ സ്നേഹിക്കുന്ന അമ്മ, അമ്മാവന്മാർ, അയൽപ്പക്കാർ, ഇവിടെ വരുന്ന കുട്ടികൾ, നിങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന നിങ്ങളുടെ കൂട്ടുകാർ, ഇതൊക്കെ നിങ്ങൾ ഒരു ദിവസം വിട്ടുപോകും. ആ വിട്ടുപോകും എന്ന് ചിന്തിക്കുമ്പോഴാണ് ചെറിയ കുട്ടികൾ പ്രായമായി വരുമ്പോൾ നല്ല മനുഷ്യനാകുന്നത്. നമുക്കൊരു പൂർണ്ണ വിരാമമുണ്ട്. ഒരു കഥ എഴുതുമ്പോൾ, ഒരു കവിതകൾ എഴുതുമ്പോൾ വിരാമമിടും. എന്തിനാണെന്നറിയും? അവിടെ തീർന്നിരിക്കുന്നു ആ വരികളുടെ അർത്ഥം. ജീവിതവും ഒക്കെ തന്നെയാണ്. ഇതിങ്ങനെ മാറി മാറി പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ആ സന്തോഷപ്രദമായ നിമിഷങ്ങൾ, അർദ്ധനിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല കുട്ടികളായി വളരണം. നല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ലപോലെ കളിക്കണം, ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കണം, നല്ല ശാസ്ത്രീയ ബോധം ഉണ്ടാകണം, നല്ല മനസ്സുണ്ടാകണം, ഇതൊക്കെ വേണം. ഈ കുട്ടികൾ അവരുടെ പ്രാർത്ഥനയിൽ ഒരു കാര്യം, ഒരു വരി ചൊല്ലിയത് ഞാൻ കേട്ടു. ഈശ്വരൻ എന്നോട് എപ്പോൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന. ഈശ്വരൻ എന്ന് പറയുന്നത് നല്ല മനസ്സും നല്ല കർമ്മവുമാണ്. നല്ല ചെയ്തികളിലാണ് ഈശ്വരൻ. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഈശ്വരനാകുന്നത്. നിങ്ങൾ നാളെ പഠിച്ചു, BA ആയി, MA ആയി, ചിലർ ടീച്ചർമാരാവും, ചിലർ അധ്യാപകരാവും, ചിലർ വക്കീലന്മാരാവും, ചിലർക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരാവും, ചിലർ IAS ഉദ്യോഗസ്ഥന്മാരായിട്ട്, ചിലർ ഡോക്ടർമാരാവും. ഇങ്ങനെ വൈവിധ്യമാർന്ന സർവകലാശാല തുറന്നു വച്ചിട്ട് പല ബിരുദങ്ങളും നിങ്ങൾ തൊടും, പല തൊഴിലുകൾ തൊടും, ചിലർ തൊഴിലില്ലാത്തവരാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഈ സിസ്റ്റത്തില്. നല്ല കലാകാരന്മാരാവും. ഇതിലൊക്കെ തെരഞ്ഞു നോക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മനുഷ്യരെ കാണണം. ഇങ്ങനെയൊക്കെ ബിരുദങ്ങൾ നേടി കലക്ടറായി, അല്ലെങ്കിൽ ഡോക്ടറായി, വക്കീലന്മാരായി, കൈക്കൂലി മേടിച്ചതുകൊണ്ടോ, ലഹരി ഉപയോഗിച്ച് മദ്യം ചെയ്തുകൊണ്ട് നാടിനെ അപമാനിച്ചതുകൊണ്ടോ, ഒരു പെൺകുട്ടിയെ മോശമായി ചിത്രീകരിച്ചതുകൊണ്ടോ, ഒരു ആൺകുട്ടിയുടെ ജീവിതം തകർത്തതുകൊണ്ടോ, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തതുകൊണ്ടോ, നമ്മളെ തന്നെ സ്വയം തകർത്തതുകൊണ്ടോ നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിന് വലിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് വിദ്യാഭാസമാവും. വിദ്യാഭാസകരമായി വിദ്യയെ കൊണ്ട് നടക്കാതിരിക്കാനുള്ള പ്രതിജ്ഞയാണ് ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ബെഞ്ചിലും സ്റ്റൂളിലും ഡെസ്കിലും ഒക്കെ കൈവച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും മത്സരിക്കേണ്ടത് നല്ല മനുഷ്യക്കുട്ടികളായി വളരാൻ. ഒരച്ഛന് നല്ല മകളുണ്ടാകണം, ഒരമ്മയ്ക്ക് നല്ല മകളുണ്ടാകണം, ഒരമ്മയ്ക്ക് നല്ല മകനുണ്ടാകണം, ഒരു ഭാര്യയ്ക്ക് നല്ല ഭർത്താവ് ഉണ്ടാകണം, ഇവിടുത്തെ അധ്യാപകന് നല്ലൊരു ശിഷ്യസമ്പത്ത് ഉണ്ടാകണം. ഇങ്ങനെ പരസ്പരം ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു നാടിന് നല്ല മനസ്സുള്ളവരായി കുറെ പേരുണ്ടാകണം. എല്ലാവരും അങ്ങനെയായി തീരണം. അതാണ് നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തിന് കൊടുക്കാവുന്ന, ഈ ഭാരതത്തിന് കൊടുക്കാവുന്ന, ഈ കലാലയത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ എന്ന് പറയുന്നത്. എൻ്റെ കുട്ടികളെ നിങ്ങൾ അങ്ങനെ വളരണം. ലഹരിക്കടിമയാകരുത്. അത് മനസ്സ് തുറന്ന് പറയാം. ഒരു അച്ഛന്റെ സ്ഥാനത്തിരുന്ന്, ഒരു ഗുരുവിന്റെ സ്ഥാനത്തിരുന്ന്, നിങ്ങളൊരു വഴികാട്ടിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട്, ഒരു ചെറിയ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കാലത്തും ലഹരി ഉപയോഗിക്കരുത്. ഒരു കാലത്തും നിങ്ങളെ നശിപ്പിക്കുന്ന, മറ്റാർക്കോ തടിച്ചു കൊടുക്കാൻ വേണ്ടി, മറ്റാർക്കോ പണം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഈ കോപ്രായങ്ങളെ ഭാഗമാക്കി നിങ്ങൾ ജീവിക്കരുത്. ഒരു കാലത്തും അത് ഇല്ല എന്ന് പറയണം. പണ്ട് ക്രൗഞ്ച മിഥുന പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോ അതിനെ നോക്കി മാലിഷാദ എന്ന് പറയുന്നത്, അരുത്, ചെയ്യരുത്. ആ സ്നേഹസമ്പന്നമായ അവസ്ഥയെ അമ്പെയ്തുകൊണ്ടു ആ വേദന താങ്ങാൻ സഹിക്കാതെ വാൽമീകിയുമായി മാറിയ നമ്മുടെ നാട്ടിലെ മഹർഷി പാരമ്പര്യമുണ്ട്. അതുപോലെ നന്മയിലേക്ക് നയിക്കണം. അത് ചിലതിനോട് അരുത് എന്ന് പറയണം. അപ്പൊ എൻ്റെ കുട്ടികൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുട്ടായി കഴിക്കുമ്പോൾ, ഒരു വെള്ളം കുടിക്കുമ്പോൾ പുറത്ത്
നമ്മളെ നശിപ്പിക്കാൻ ചിലരുണ്ടായേക്കാം. അവരെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അധ്യാപകരോട്, പോലീസിനോട്, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോട് നിങ്ങൾ കാണിക്കണം. മറ്റൊന്നിനു വേണ്ടിയല്ല, നിങ്ങളെപ്പോലെ കുട്ടികളെ രക്ഷിക്കാൻ, അടുത്ത തലമുറയെ മിടുക്കന്മാരും മിടുക്കുകയും വളർത്താൻ നിങ്ങളുടെ അച്ഛനോ അമ്മയോടും നിങ്ങൾക്ക് സന്ധി ചെയ്യാൻ, നന്മകളിലൂടെ സന്ധി ചെയ്യാൻ കുട്ടികളോട് അത് ചെയ്യരുത് എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ചെയ്യരുത്. നല്ല കുട്ടികളായി മാറണം, നല്ല ബിരുദങ്ങളുള്ള കുട്ടികളായി മാറണം, വിദ്യാഭ്യാസമായി മാറരുത്. വിദ്യ അഭ്യസിച്ച് മിടുക്കന്മാരായി വളരണം, മിടുക്കികളായി വളരണം. നേരത്തെ പ്രാർത്ഥനയിലൂടെ കുട്ടികൾ ചെല്ലിയതുപോലെ നല്ല കുട്ടികളായി, ഈശ്വരന്റെ നല്ല മക്കളായി, ഈ രാഷ്ട്രത്തിന്റെ പൊന്നോമന മകനായി മകളായി നിങ്ങൾ ഈ ലോകത്തിനോട് സംവദിക്കണം. അത് കാണാനാണ് ഞങ്ങൾ പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഈ രക്ഷിതാക്കൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ദക്ഷിണ. ഇവിടെയുള്ള അധ്യാപകർക്ക് ഈ കലാലയത്തിനോട് നിങ്ങൾക്ക് കൊടുക്കുവാനുള്ള ദക്ഷിണ. അങ്ങനെയായിരിക്കണം. അങ്ങനെയാവില്ലേ? രാവിലെ തന്നെ നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു സന്തോഷമില്ല ലോകത്തെ കാണുമ്പോൾ. എന്താണ് അങ്ങനെ? മിടുക്കികൾ നല്ല രസാവമായിട്ട് സ്മാർട്ടായിട്ടിരിക്കണം. കുറെ ചെറിയ പോലീസ് വേഷത്തിലൊക്കെ നല്ല കുട്ടികൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നല്ല കുട്ടികൾ സ്മാർട്ടായിട്ടിരിക്കണം. നിങ്ങളുടെ സ്മാർട്ട്നെസ് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം കൂടി ഇങ്ങനെ ഒരു എന്താ പറയുക, വല്ലാത്ത അധ്യാപകർ മുമ്പിൽ ഇരിക്കുന്നതാണോ, പ്രിൻസിപ്പൾ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണോ, അല്ല അച്ചടക്ക ബോധം കൂടിയിട്ടാണോ എന്നറിയില്ല. മിടുക്കന്മാരായി നിങ്ങളുടെ മുഖത്ത് ആ പ്രസരിപ്പിലാണ്. ഒരു ഡോക്ടറാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. ചിലർ ഇയാളുടെ പ്രസംഗങ്ങളൊന്ന് നിർത്തി എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അതൊന്നും വേണ്ട, അധികം ഞാൻ സംസാരിക്കില്ല. എൻ്റെ കുട്ടികൾ സ്മാർട്ടായിട്ടിരിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ പിന്നെ എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലോകത്തിന്റെ പല കോണുകളിലും യാത്ര ചെയ്യും. അപ്പൊ ഈ രാഷ്ട്രത്തിനൊരു തനതായ ബോധ്യമുണ്ടല്ലോ. ആ ബോധ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. നല്ല കുട്ടികളായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വാചാലമായി നിങ്ങളോട് മറ്റൊരർത്ഥത്തിൽ സംസാരിക്കാനല്ല ഞാനിവിടെ വന്നത്, നിങ്ങളിൽ ഒരാളെ സംവദിക്കാൻ. അങ്ങനെയാണ്. ഇനി ഞാൻ കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് രംഗപ്പെടാൻ ആഗ്രഹിക്കുന്നു. അത് എന്റെ പ്രിയപ്പെട്ട, എന്താ മോന്റെ പേര്? ഉറക്കെ പറഞ്ഞു. മുഹമ്മദ് ഷിഫ. മോൻ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്? ഒന്നും ആഗ്രഹമില്ല. മോൻ പറഞ്ഞോ? ബിസിനസ്. വെരി ഗുഡ്. മോനിരിക്കെ. ഈ മോൾക്ക് എന്താ ആഗ്രഹം? ഡോക്ടറാണ്. കേൾക്കോ? പറഞ്ഞോ. ലെക്ചറർ. വെരി ഗുഡ്. യെസ്. എഞ്ചിനീയർ. ലെക്ചറർ. ഓക്കോ. ഡോക്ടറാവും. ഞാൻ ഈ ഇരിക്കുന്ന കുട്ടികളോട് ചില ചോദ്യം ചോദിക്കും. എത്ര പേർക്ക് പോലീസ് ഓഫീസർമാരായി വരാൻ താല്പര്യമുണ്ട്? ഒന്ന് കൈവയ്ക്കാൻ പറ്റും. എത്ര പേർക്ക് അധ്യാപകരായി വരാൻ താല്പര്യമുണ്ട്? അതായത് ടീച്ചർമാരാവാൻ. എത്ര പേർക്ക് ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്? അത് കാണട്ടെ. എത്ര പേർ ഡോക്ടർമാരാവാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ വക്കീലന്മാരായി? അപ്പോ ഞാനിവിടെ വിചിത്രമായ കാര്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇപ്പോഴും ഡോക്ടർമാരായി വരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ കൈപൊക്കി ഒരു കുട്ടി ഡോക്ടറാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, അത് മോള് അങ്ങനെയല്ലേ? കൈപൊക്കി ഡോക്ടറാവാനല്ലേ? എന്തിനാണ് നമ്മൾ ഡോക്ടറും വക്കീലും എഞ്ചിനീയറും ഒക്കെ ആവുന്നത്? എന്തിനാ മോൻ? എന്തിനാ നല്ല ബിസിനസ്സുകാരനാവുന്നത്? എന്തിനാ? പറഞ്ഞോളൂ. പണം ഉണ്ടാക്കാനാണ്. മോൾ എന്തിനാ ലെക്ചർ ആവുന്നത്? പറയും. സ്മാർട്ട് ആവുന്നില്ല കുട്ടികൾ. പറഞ്ഞോളൂ, തുറന്ന് പറഞ്ഞോളൂ. എന്താ കേൾക്കട്ടെ? ഇതുപോലെ നിങ്ങള് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പറയുന്നത് കാര്യം. ഞാനിങ്ങനെ ചൈനയിൽ പോയി. ഞങ്ങളെല്ലാം കുട്ടികൾ കേൾക്കണം. നിങ്ങൾ കൊച്ചു കുട്ടികളാ. ഞാൻ ചൈനയിൽ ഒരു സർവകലാശാലയിൽ പോയത് വുഹാൻ എന്ന് പറഞ്ഞ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കോവിഡിന്റെ കാലത്ത് വുഹാൻ എന്നാ പറഞ്ഞ കേട്ടില്ലേ? സർവകലാശാല കേട്ടിട്ടുണ്ടോ? ആ സർവകലാശാലയിൽ ഞാൻ PhD എടുത്തു. PhD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡോക്ടറൽ ബിരുദമാണ്. ആ മേഖലയിലെ ഏറ്റവും ഉയർന്ന ബിരുദം. ഇന്റഗ്രൽ മെഡിസിനിലാണ് ഞാൻ PhD എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയത്. അപ്പൊ അവിടെ സർവകലാശാലയിൽ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പോയി. പല സർവകലാശാലകളിൽ. അപ്പൊ അവിടുത്തെ സർവകലാശാലകളിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഈ ചൈനക്കാർ എന്ന് പറഞ്ഞാൽ ഈ മൂക്കൊക്കെ പതുങ്ങി ഇങ്ങനെ ചെറുപ്പക്കാരെ കുറെ ആൾക്കാരാ, കണ്ട പരസ്പരം തിരിച്ചറിയില്ല. അപ്പൊ VKN പറഞ്ഞൊരു രസകരമായ കാര്യമുണ്ട്. VKN പറഞ്ഞു, എങ്ങനെയാണ് ചൈനക്കാർക്ക് പേരിടുക എന്ന് ചോദിച്ചപ്പോൾ VKN എന്ന് പറഞ്ഞ ഹാസ്യ
കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, എത്ര കുട്ടികൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. അപ്പൊ അവര് പറഞ്ഞു ഒരു സ്പൂൺ താഴെ ഇങ്ങനെ ഇടും, അപ്പൊ ക്ലീൻ ക്ലീൻ എന്നൊക്കെ വരില്ലേ, അതുപോലെയാണ് ചൈനക്കാരൊക്കെ വരുന്നത്. അയാൾ പറഞ്ഞ ഒരു രസകരമായിട്ടുള്ള ഒരു ഫലിതമാണ്. യഥാർത്ഥത്തിൽ ചൈനക്കാരിൽ നിന്ന് നമ്മളെക്കാൾ എത്രയോ ഭൗതികമായി വളർന്നിട്ടുണ്ട്. അമ്പലചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ, ഏറ്റവും ആധുനീകരിച്ച നദികൾ, പൂന്തോട്ടങ്ങൾ, അങ്ങനെ പോകുന്നു. അവിടെയുള്ള ഓരോരോ സർവകലാശാലയിലും ഈ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള, എന്താ പറയാ, അത്ര രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും ശാസ്ത്രീയപരമായ കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ്. പക്ഷേ അവർക്ക് മാനസികമായി അവർ എത്ര വളർന്നു എന്നറിയില്ല. പക്ഷെ അവിടുത്തെ സർവകലാശാലകളിൽ ഞാൻ പോയി, എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം നിങ്ങളോടും ചെറിയ കുട്ടികളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ കുട്ടികളോട്, അവിടെ ഈ MBBS-നും പിന്നെ ലോയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് ഞാൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, എന്താ പഠിക്കുന്നത്? അപ്പൊ ഞാൻ LLB, അവിടെ LLB എന്നല്ല വേറെന്താ പറയുന്നത്, വൈദ്യശാസ്ത്രം പഠിക്കുന്നവരുണ്ട്, പല മേഖലകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളോട് ചോദിച്ചു, എന്തിനാണ് പഠിക്കുന്നത്? അപ്പൊ ആ കുട്ടികളിങ്ങനെ ഭയങ്കര ഉത്സാഹത്തോടുകൂടി എഴുന്നേറ്റ് പറഞ്ഞെന്താണെന്നറിയോ? ഒരു കുട്ടിയോട് ചോദിച്ചു, പിന്നെ മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു. അപ്പൊ ആ കുട്ടി എഴുന്നേറ്റ് ഉടനെ പറഞ്ഞു, ഐ ആം സ്റ്റഡിങ് ഫോർ മൈ ബിഗ് ചൈന. ഞാൻ എന്റെ ചൈനയ്ക്ക് വേണ്ടി പഠിക്കുന്നു. അടുത്ത കുട്ടിയോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ പഠിക്കുന്നത്? അവൻ ലോ പഠിക്കാൻ. Gentlemen, I am studying for my big China. എന്റെ ചൈനയ്ക്ക് വേണ്ടി പഠിക്കുന്നത് ഇങ്ങനെ പറയാ എല്ലാ കുട്ടികളും, വേറൊരു അക്ഷരം പറയുന്നില്ല. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിൽ അത് കേൾക്കുന്നില്ല, ഇന്ത്യക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കുറവാണ്. പക്ഷേ നമ്മുടെ രാജ്യം ഇന്ത്യക്ക് വേണ്ടി മാത്രം പഠിച്ച കുട്ടികളല്ല നമ്മൾ. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് അഭിമാനിക്കാം, നമ്മൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം പഠിക്കുന്നവരല്ല. നമ്മൾ ചൈനയ്ക്കും പാകിസ്ഥാനും ഇംഗ്ലണ്ടിനും ജർമ്മനിക്കും ലോകത്തിലുള്ള സകല ചരാചരങ്ങൾക്കും പഠിച്ച വിദ്യയാണ് നമ്മൾ ഈ കലാലയത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം, നിങ്ങളുടെ പൂർവികർക്ക് അഭിമാനിക്കാം. അത്രത്തോളം അറിവുള്ള, ജ്ഞാനമുള്ള വലിയ പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ കലാലയവും ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പഠിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്, ഇവിടെ വരിക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. പഠിച്ച് SSLC, പ്രീ ഡിഗ്രി അതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പ്രൊഫഷണൽ കോളേജിൽ പോവുക എന്ന് പറയുന്നതും ഭാഗ്യമാണ്. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും കുട്ടികളോട് വീണ്ടും ആവർത്തിക്കുന്നു, ലഹരികളൊന്നും ഉപയോഗിക്കാതെ നല്ലപോലെ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ച് കുട്ടികളോട് നല്ലപോലെ പഠിച്ച് നല്ല മനുഷ്യരായി ഉയർന്ന റാങ്കിൽ ബിരുദങ്ങൾ മേടിച്ച് പുതിയ ഏത് മേഖലയിൽ ഇരുന്നാലും എല്ലാവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും, ജാതിയും മതവും വർഗവും ഭാഷയ്ക്കും കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം സ്നേഹമെന്നുള്ള ആ സമ്പൽ സമൃദ്ധമായ ജീവിത സൗഭാഗ്യവും കൊണ്ട് നിങ്ങൾ ഓരോ കുട്ടികളും നടത്തണം. ഇപ്പൊ ഇവിടെ ഒക്കെ ചെറിയ കുട്ടികളാണ്, കുട്ടികളോട് പറഞ്ഞാൽ ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ടില്ല. എന്നാലും നമുക്ക് എല്ലാവരും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്തിലോട്ട് നമ്മൾ പോകണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ പ്രായത്തിൽ നേരത്തെ രാകേഷ് പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനെ കലോത്സവ വേദികളിൽ 1, 2, 3 എന്നല്ലല്ലോ, പഠിക്കുന്ന കാലത്ത് LP സ്കൂളാണെങ്കിലും UP ആണെങ്കിലും ഹൈസ്കൂളാണെങ്കിലും പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന മേഖലയിലാണെങ്കിലും സകല കലോത്സവങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഇതെല്ലാം കാണുമ്പോഴും വീണ്ടും ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ പാലക്കാട് സ്കൂൾ യുവജനോത്സവത്തിന് ഞാൻ പോയപ്പോൾ ആദ്യമായിട്ട് എൻ്റെ അച്ഛന് വയലാർ എന്ന് പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വയലാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അറിയില്ല. വയലാർ കേട്ടില്ലേ? വയലാർ എന്ന് പറയുന്ന മഹാകവി എൻ്റെ അച്ഛന് സ്വന്തം കൈപ്പടയിലെ ഞാൻ ആദ്യം കണ്ട ഒരു മരണം എന്നുള്ള ഒരു കവിത എഴുതി കൊടുത്തു. പിൽക്കാലത്ത് ആത്മാവിൽ ഒരു ചിത എന്നുള്ള പേരിലായിരുന്നു അത് പുറത്തിറങ്ങിയത്. അപ്പൊ അച്ഛനെ ഈ കൈയെഴുത്ത് പ്രതി എൻ്റെ അച്ഛൻ സൂക്ഷിച്ചു, അതെന്നെ പഠിപ്പിച്ചു. ഞാനത് സ്കൂൾ യുവജനോത്സവത്തില് ഞാനത് അവതരിപ്പിച്ചു. അന്ന് ഞാനായിരുന്നു അന്നത്തെ പദ്യപാരായണത്തില് 1ാം സമ്മാനം ലഭിച്ച കുട്ടി. അത് കഴിഞ്ഞ് നിരവധി തവണ ആ ചൊല്ലിയിലെ ആ കവിത പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് TV രാകേഷിന്റെ ഒരു കവിത ചൊല്ലി ഞാൻ പോകും. അതില് ഒരു രസകരമായ ഒരു രംഗമുണ്ട്. അതില് പിന്നെ പറയുന്നുണ്ട്, അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം. നിങ്ങൾ കേട്ടുകാണോ ആ കവിത? നിശബ്ദത പോലും അന്നു നിശബ്ദമായി വന്നവർ 4 കെട്ടിൽ തങ്ങി നിൽപ്പാണ്. അച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ? അച്ഛൻ മരിച്ചപ്പോ
അതിനെ വേദനിച്ചുകൊണ്ട് സമീപിക്കുന്ന ഒരു കുട്ടിയുടെ, എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഈ കവിതയുടെ അർത്ഥങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ എന്നെ വാത്സല്യപൂർവ്വം പഠിപ്പിക്കുന്നു. പക്ഷെ അച്ഛൻ എന്നെ അച്ഛൻ കരഞ്ഞുകൊണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അച്ഛനെ അന്ന് കരഞ്ഞത് എന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അതിലെ 4 വയസ്സു തികഞ്ഞില്ല എനിക്കന്ന് എഴുത്തോലകളെല്ലാം ഉരുവിട്ടു തീർത്തു ഞാൻ. അങ്ങനെ 4 വയസ്സായ വയലാറ് അച്ഛന്റെ ഇതൊക്കെ മരണത്തിന്റെ ആ ശവശരീരം കാണുമ്പോൾ ഇവൻ എന്തിനാണ് അച്ഛൻ ഇങ്ങനെ നാട്ടുകാർ കരയുന്നത് എന്ന് വയലാറിന് മനസ്സിലായിരുന്നില്ല. ആ രംഗം പുനരാവിഷ്കരിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ കവിത ചൊല്ലിയത്. പദ്യപാരായണം എന്ന് പറയുന്നത് ഞാനായിരുന്നു അതിന്റെ ഒന്നാമത്. നിരവധി തവണ ഓൾ ഇന്ത്യ റേഡിയോയിൽ അതിങ്ങനെ കുറെ കാലം ഇങ്ങനെ വെച്ചു. അത് ആത്മാവിലെ ഒരു ചിത എന്ന് പറഞ്ഞിട്ടാണ് പിൽക്കാലത്ത് അത് പ്രസിദ്ധമായത്. ഇന്ന് ഞാനിവിടെ ചൊല്ലുന്നത് രാകേഷിന്റെ ആഗ്രഹപ്രകാരവും സ്നേഹശാഠ്യപ്രകാരവും ചൊല്ലുന്ന കവിത എന്റെ അടുത്ത രക്തബന്ധമുള്ള NN കക്കാട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കവിതയാണ്. ആ കവിതയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് തൊണ്ടയിൽ ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു കവി കഴിഞ്ഞ കാലത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കുട്ടികളത് എങ്ങനെ മനസ്സിലാക്കുമെന്നറിയില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ കവിത എന്നറിയില്ല. നിങ്ങൾക്ക് കവിത കേൾക്കാൻ ഇഷ്ടമാണോ? ഒന്നും പറയുന്നില്ല. യെസ്, ആ കവിതകളിലൂടെ സഞ്ചരിക്കണം. ആ കവിത സഫലമീ യാത്ര എന്നാണ് ഈ കവിത. അത് രാകേഷ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് വീണ്ടും ഞാനത് പാലൂരിലെ മറ്റൊരു വേദിയിൽ ഞാനിവിടെ ചൊല്ലിയിരുന്നു. അതിവിടെ ചൊല്ലുന്നു. അതിങ്ങനെയാണ്. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകും അല്ലേ സഖി. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകും അല്ലേ സഖി. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഈ പഴങ്കൂടൊരു ചുമയ്ക്ക് അടിയിടറി വീഴാം. വ്രണിതമാം കണ്ഠത്തിലിന്ന് നോവിത്തിരി കുറവുണ്ട്. വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിന്റെ പിന്നിലെ ആനന്ദതയിലലിയുമിരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമീ ഏകാന്ത താരകളെ ഞാനൊട്ടു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. ഓരോ രവം കൊണ്ടു രൂപമളന്നും ഓരോ മരുന്നുകളിൽ അന്തികളിഴഞ്ഞും ഒരു കരസ്പർശത്തിൽ ഒരു നേർത്ത തേങ്ങൽ ഇരവിന്ദ്രണങ്ങളിൽ കുളിരുചുറഞ്ഞു. കുഴയുമീ നാളുകളിൽ ഒച്ചയുണ്ടാക്കാതെ ആതിര വരുന്നുവെന്നോ സഖി. ആതിര വരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കേണം നമിക്കുറി. വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം. എന്ത് നിൻമിഴിയിന തുളുമ്പിയെന്നോ സഖി. ചന്തം നിറയ്ക്കുകീ ശിഷ്ടദിനങ്ങളിൽ മിഴിനീർ ചവർപ്പുകളാദി മധുപാത്രമടിയോളം മോന്തുക നേര
കണക്കുകൾക്കപ്പുറം ബധിരമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ സഖി, ഒന്നുമില്ലെന്നോ. പല നിറം കാച്ചിയ വളകൾ അണിഞ്ഞു മഴിച്ചു, പല മുഖം കൊണ്ടു നാം നമ്മിലെതിരേറ്റും നൊന്തും പരസ്പരം നോവിച്ചും മൂപതിറ്റാണ്ടുകൾ നീണ്ടൊരറിയാത്ത വഴികളിൽ എത്ര കൊഴുത്ത ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാം. ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ സഖി, ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. ഓർമ്മകളുണ്ടായിരിക്കണം ഒക്കെയും വഴിയോര കാഴ്ചകളായി പിറകിലേക്കൂടി മറഞ്ഞിരിക്കാം. പാതിയിലേറെ കടന്നുവല്ലോ വഴി. കാലമിനിയുമുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ ഇതളിനും പൂവരും കായ് വരും. അപ്പോൾ ആരെന്നുമെന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആദ്രയെ ശാന്തരായി സൗമ്യരായതിലേക്കാം. വരിക സഖി, അരികത്തു ചേർന്നു നിൽക്കുനാം. അന്യോന്യമൂന്നു വഴികളായി നിൽക്കാം. ആ സഫലമീ യാത്ര, സഫലമീ യാത്ര, സഫലമീ യാത്ര, സഫലമീ യാത്ര. പ്രിയപ്പെട്ട കുട്ടികളുടെ നന്മകൾക്ക് മുമ്പിൽ വീണ്ടും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹത്തോടെ, നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. സംസ്ഥാന ശാസ്ത്രങ്ങളിലും അതിഥിയിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ അധ്യാപകർ അവരുടെ കഠിനമായ തീവ്രമായ പരിശ്രമം നിങ്ങളുടെ ഉന്നതമായ ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്ന് നിങ്ങൾ ഓർക്കാതിരിക്കരുത്. വിശിഷ്യ ഈ പ്രാവശ്യത്തെ നിങ്ങളുടെ ഈ പരിപാടിയുടെ എല്ലാ ഈ മേളകളുടെയൊക്കെ കോർഡിനേറ്ററായി വർക്ക് ചെയ്തിട്ടുള്ള അധ്യാപകർ ഷീജക് ടീച്ചറും ദിലീപും മാസ്റ്ററും ശാസ്ത്രമേളയുടെ അധ്യാപകരും, ഞാൻ പേരിട്ട് ഓരോരുത്തരെ പറയുന്നില്ല, അവരൊക്കെ ഈ വിജയത്തിന്റെ അവകാശികളാണ്. അതോടൊപ്പം നിങ്ങളുടെ രക്ഷിതാക്കന്മാർ. ആ ഒരു ഓർമ്മ കൂടെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നേടിയിട്ടുള്ള ഈ ഉന്നത വിജയം നിങ്ങളുടെ സർഗാത്മകത കൊണ്ടും നിങ്ങളുടെ ക്രിയാത്മകമായ കഴിവ് കൊണ്ടും നേടിയെടുത്തതാണ് എന്നറിയാം. അപ്പൊ അത് ഇനിയും ജ്വലിപ്പിച്ചു നിർത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കാദമിക പഠനത്തിലും ശ്രദ്ധ ഊന്നിക്കൊണ്ട് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു ദിവസമാണിന്ന്. നമുക്കറിയാം, ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് പാഠ്യേതര രംഗത്ത് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളാണ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയത്. അത് ശാസ്ത്രമേളയിലായി കഴിഞ്ഞാലും കലോത്സവത്തിലായി കഴിഞ്ഞാലും സ്പോർട്സിലായി കഴിഞ്ഞാലും വളരെ അസൂയാവഹമായ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നമ്മുടെ വിദ്യാലയം ഇന്ന് മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയായിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ഇത്തരത്തിലുള്ള ഉയർച്ചയ്ക്ക് കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന പ്രതിഭാധനരായ വിദ്യാർത്ഥികളാണ്. ഞാൻ ഒന്നുകൂടി ഈ വിദ്യാർത്ഥികളെ ഞാൻ
അഭിനന്ദിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രശസ്തി സംസ്ഥാനമൊട്ടുക്കും എത്തിച്ച എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഒന്നുകൂടി അനുമോദിക്കുന്നു. ഇനി വരാനിരിക്കുന്ന നമ്മുടെ പൊതുപരീക്ഷയിലും നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രശസ്തി കേരളം മുഴുവനും എത്തിക്കാൻ ഈ വിദ്യാർത്ഥികൾക്കാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ കലാ നേട്ടങ്ങളിൽ നിങ്ങൾ നേടിയെടുത്ത നേട്ടങ്ങൾ ഇനിയും ഈ വിദ്യാലയം വിട്ടുപോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ കലാപരമായ നിങ്ങളുടെ ഈ മൂല്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ, അത് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. കാരണം പല മേഖലകളിൽ സംസ്ഥാനത്തിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായിട്ട്, വേണ്ടപ്പെട്ട വിദ്യാർത്ഥികളായിട്ട്, മേധാവിത്വം തെളിയിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വളരെയധികം അഭിമാനം തോന്നുകയാണ്. നമ്മുടെയൊക്കെ നിങ്ങളുടെയും രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ചിട്ടയായ പ്രവർത്തന ഫലമായിട്ട് നിങ്ങൾക്ക് ആ അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇതുപോലെയുള്ള അനുമോദനങ്ങൾ എപ്പോഴും നമുക്കൊരു ചാലക ശക്തിയാണ്. വീണ്ടും വീണ്ടും മത്സരിക്കാനും അതുപോലെ തന്നെ വീണ്ടും മികവ് പുലർത്തുവാനും, സമാനതകൾ മാത്രമല്ല നമുക്ക് മികവ് പുലർത്തുവാൻ, മറ്റുള്ളവരിൽ നിന്ന് മികവ് പുലർത്തുവാനുമുള്ള ഒരു വേദിയാണ് ഇതുപോലെയുള്ള, അതുപോലെ ഈ ചാലക ശക്തിയാണ് ഇതുപോലെയുള്ള അനുമോദന യോഗങ്ങൾ. അതുകൊണ്ട് ഇനിയും ഇനിയുള്ള കാലത്തും മുന്നോട്ടുള്ള യാത്രയിലും നിങ്ങൾ എല്ലാ മത്സരങ്ങളിലും ഒന്നിൽ നിന്നും മാറി നിൽക്കാതെ എല്ലാത്തിലും പങ്കെടുക്കുകയും അതിലൊക്കെ മേധാവിത്വം പുലർത്താൻ വേണ്ടിയും ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ അനിൽ സാർ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ നമ്മുടെ അടുത്ത ലക്ഷ്യമാണ് പബ്ലിക് എക്സാം ആണ്. +2 വിദ്യാർത്ഥികളായാലും അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികളായാലും പബ്ലിക് എക്സാം ആണ്. അതിലും മേധാവിത്വം പുലർത്ത എല്ലാ വിഷയങ്ങളിലും A+ നേടാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഫലമായിട്ട് സ്കൂളിന്റെ കീർത്തി കേരളം മുഴുവൻ നമുക്ക് ഏറ്റവും എല്ലാ മേഖലകളിലും നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലും അക്കാദമിക് മേഖലയിലും ഈ പരീക്ഷയിൽ കൂടി നിങ്ങൾ ആ ഉന്നത വിജയം നേടുവാനുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അതിനുവേണ്ടി എല്ലാ ആശംസകളും അതുപോലെ തന്നെ എല്ലാ വിജയങ്ങളും എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും എല്ലാം അർപ്പിക്കുകയാണ്. നന്ദി. രക്ഷിതാക്കളെ, മറ്റെല്ലാ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഏവർക്കും എൻ്റെ നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിനെ കേരളത്തിന്റെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്കൂളാക്കി മാറ്റാൻ ഈ കഴിഞ്ഞ സംസ്ഥാനതല കലാ കായിക ശാസ്ത്ര മേളകളിൽ ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച് 1ാം സ്ഥാനവും അതുപോലെ ഏറ്റവും മികച്ച സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഏറ്റവും നല്ല വിദ്യാർത്ഥികളല്ല, ഏറ്റവും നല്ല മനുഷ്യർ അല്ലെ, ഏറ്റവും നല്ല ഒരു കുട്ടികൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഇതിൽ പോലെ ഒരു അഭിമാന നിമിഷം വേറെ എന്താണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്കൂളാക്കി തീർക്കാൻ നിങ്ങളുടെ പങ്ക്, നിങ്ങൾ വഹിച്ച പങ്ക് അതെത്ര പറഞ്ഞാലും മതിയാവില്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. കലാമേളകളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, കലാമേള എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലാമേള എന്ന് പറയുന്നത് തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ മാമാങ്കം എന്ന് അറിയപ്പെടുന്ന ഈ മേളയിൽ പങ്കെടുത്ത് 1ാം സ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതുപോലെ കായികമേള, നമ്മുടെ നാട്ടിലെ ഇന്ന് കായികമേളക്ക് അത്ര തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിലും ഈ അടുത്ത കാലത്തായി വളരെയേറെ പരിഗണിക്കുന്ന ഒരു മേഖല കൂടെയാണ് കായികമേള. അതുപോലെ തന്നെ ശാസ്ത്രമേളയിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും തന്നെ 1ാം സ്ഥാനമൊക്കെ കരസ്ഥമാക്കിയ കുട്ടികൾ അങ്ങനെയുള്ള ഒരു സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടി കിട്ടുക എന്നുള്ളത് നമ്മുടെ അധ്യാപകരെ സംബന്ധിച്ചിട്ടും ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും കൈവരിച്ച ഈ നേട്ടങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒന്ന് തന്നെയാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. വളരെ കഠിനാധ്വാനത്തിലൂടെ, സമർപ്പണത്തിലൂടെ, ആത്മാർത്ഥതയോടെ മാസങ്ങളോളം നിങ്ങൾ പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുത്ത ഈ
എന്താ പറയുന്നത്, ഈ കഴിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങോളം നിങ്ങൾ എവിടെ എപ്പോഴായാലും നിങ്ങൾ കൂടെ കൊണ്ടുപോകണം തന്നെയാണ്. അവിടെയൊക്കെ നിങ്ങളുടെ ഈ കഴിവ് ഏത് മേഖലയിൽ നിങ്ങൾ മുന്നേറിയാലും അവിടെയൊക്കെ നിങ്ങൾ നേടിയെടുത്ത ഈ കഴിവുകൾ നിങ്ങൾ കാത്തു രക്ഷിക്കണമെന്നുകൂടി സൂക്ഷിക്കണമെന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവരും സ്വപ്നങ്ങൾ കാണും. ചുരുക്കത്തിലും ആ സ്വപ്നം വീണ്ടും വീണ്ടും കാണുകയും അത് ലോകത്തിന് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ഒരുപറ്റം വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലുള്ളത്. ആദ്യമായി നിങ്ങൾക്ക് അതിനുള്ള അനുമോദനം അറിയിക്കട്ടെ. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം എല്ലാ മേഖലകളിലും മികച്ച വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിച്ച ഒരു വർഷമാണ്. അതിന്റെ ഭാഗവാക്കുകളാവാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷം. അതിനുള്ള അനുമോദനങ്ങൾ ഇതോടൊപ്പം ഞാൻ അറിയിക്കുകയാണ്. ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും ഇതുപോലെ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇത്തരത്തിലൊരു പരിപാടിയുടെ ആസൂത്രണം ചെയ്ത PTA-ക്കുള്ള അഭിനന്ദനവും ഈ പരിപാടികളെല്ലാം ആശംസകളും അറിയിക്കുന്നു. നന്ദി. താങ്ക് യു. വിദ്യാർത്ഥികളായിട്ട് ദേവപ്രിയ SP, ദേവപ്രിയ K ഇവർ രണ്ടുപേരെയും നല്ലൊരു കയ്യടി കൊടുത്ത വിദ്യാർത്ഥികൾ. താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാന താരങ്ങളായിട്ടുള്ള പാർവണ P നല്ലൊരു കയ്യടി കൊടുത്ത സംസ്ഥാന മേളയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ്. പ്രസിഡന്റ് ശ്രീ GV രാകേഷ് സർ. ഉപന്യാസത്തിൽ നേടിയ നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാന താരം നമ്മുടെ PTA പ്രസിഡന്റിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുന്നു. ഫാത്തിയ സജീഷ് സംസ്ഥാന കലോണായൻ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്ര 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഭിനന്ദനം. വിഷ്ണുപ്രിയ സംസ്ഥാന പ്രവൃത്തി പരിശീലന 2ാം സ്ഥാനം ഫാമിലി സ്റ്റുഡന്റ്. ലീലാഞ്ചി സാമൂഹ്യ ശാസ്ത്രകല സ്കൂളിനോട് കീർത്തനം. അടുത്തതായി ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് കയറുക. അലോണ വൈകാരിക ഋതുവർണ്ണ KP, ആഭരണ സൂരജ്, മാനസ K, അദീന രാജ്, ആര്യചന്ദ്രൻ D. സംസ്ഥാന തലത്തിലൊക്കെ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ്. സ്കൂളിന്റെ മിന്നു താരങ്ങൾ ശ്രീ കൊല്ലത്ത് ഫസൽ റഹ്മാൻ സിയം, മുഹമ്മദ് ഫസൽ തയ്യാറായിരിക്കുക. മുഹമ്മദ് സയാൻ KP, മുഹമ്മദ് വാരിസ്, മുഹമ്മദ് നിഹാബ്, മുഹമ്മദ് റാദിം BK, മുഹമ്മദ് ഷിഫാൻ, മുഹമ്മദ് റബി. CP സുധീന്ദ്ര സാറിനെ ക്ഷണിക്കുന്നു. ഓക്കെ. ഹണി സുരേന്ദ്രൻ, ഗീതിക, അനുഷ്ക, നദന്യ BC. സംസ്കരിക്കണേ ഈ പറയുന്ന പ്രതിഭകൾ മയൂഖ ശിവരാമൻ, മയൂഖ കൃഷ്ണേന്ദ്ര MK, ധ്രുവത് S, മുഹമ്മദ് മിൻഹാൻ ഒന്ന് വേദിക്കരികിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. മുഹമ്മദ് മിൻഹാൻ സ്കൂളിന്റെ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഉറുദു സംഘകാല മേഖലയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ ദേവാംഗന K, അറബിക് സംഘകാലം മേഖലയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അടുത്തത് പങ്കെടുത്ത റോസ ഫാത്തിമ ബേബി, അറബിക് സംഘകാലം മേഖലയിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം
ഒളിമ്പിക് സംഘകാലത്ത് മേഖലയിൽ നേടിയ ഈ പദങ്ങൾക്കുള്ള പുരസ്കാരമാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എച്ച് ശ്രീ ഷാജി സാർ നിർവഹിക്കുന്നത്. സാറിൽ നിന്നും ഉപഹാരം സ്വീകരിക്കുന്നു. പങ്കെടുത്ത കുട്ടികളുള്ളതാണ്. സുരേഷ് ചന്ദ്രൻ. അടുത്തത് വട്ടപ്പെട്ട് മത്സരം. മുഹമ്മദ് മിർസ, മുഹമ്മദ് നാഫി, റോബിൻ, ശ്രീധർ പി പി, സൂര്യദേവ് പി. വേദിക അടുത്തേക്ക് വരണം. വഞ്ചിപ്പാട്ട് സമ്മാനദാനം നിർവഹിക്കുന്നത് പി ടി എ വൈസ് പ്രസിഡന്റ്. വഞ്ചിപ്പാട്ട് ശ്രീനിവേദ്യ, നേഹായൻ, ശ്രീനിവേദ്യ, മാനസ സുമോൾ, വഞ്ചിപ്പാട്ട് മത്സരത്തിലെ വിദ്യാർത്ഥികളാണ്. ദേവനന്ദ കെ പി, പെട്ടെന്ന് വരുന്ന വേദിയിൽ ദേവനന്ദ കെ പി. കീർത്തന കെ കെ, കീർത്തന കീർത്തികയാണ്. കീർത്തിക കെ കെ. ദേവനന്ദ തീർത്ഥ ഇ കെ, അഭിനന്ദ, ഋതുപൂർണ, വഞ്ചിപ്പാട്ട് മത്സരത്തില് പങ്കെടുത്ത കുട്ടികളാണ്. സംസ്ഥാന തലത്തിൽ ഇഷാനി ബി. അടുത്തത് ചവിട്ടു നഗരത്തില് സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനമാണ്. ചവിട്ടു നഗരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള ദേവാഞ്ജന, അക്ഷയ, മേധ, അനുമതി, ശ്യാം നിഗിൽ, അടുത്തതായി സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത് അഭിനന്ദ, ബോൾ ബാഡ്മിന്റൺ, ആർദ്ര മനോജ്, യാഷിൻ രാജേഷ്, അഭിനവ്, ത്രിശാൽ, സുരേഷ് സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി
ജിയാൻ. ബോൾ ബാഡ്മിന്റൺ മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഹരീഷ്, സംസ്ഥാനതല കായികമേളയിൽ ഹൈജംപ് മത്സരത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സോഫ്റ്റ്ബോൾ മത്സരത്തിൽ സംസ്ഥാനതല ആല്യ ബിജു സംസ്ഥാന സോഫ്റ്റ്ബോൾ മത്സരത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ചു. ദേശീയ റോളർ സ്കേറ്റിംഗ് മത്സരത്തിൽ സംസ്ഥാന ആർച്ചറി മത്സരത്തിൽ പങ്കെടുത്ത ഋത്വിക്. താങ്ക് യു സർ. അടുത്തായി സംസ്ഥാനതല SPC പങ്കെടുത്ത അഞ്ജു. കൺഗ്രാജുലേഷൻസ് അഞ്ജു. താങ്ക് യു സർ. താങ്ക് യു. ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് GV രാകേഷ് സർ, ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ടവരെ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും നേട്ടങ്ങളുടെയും പ്രശസ്തിയുടെയുമായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഒരു ചടങ്ങിൽ ഞങ്ങൾ നേട്ടങ്ങളുടെ ഏറ്റവും പരമാവധി പടവുകളിലാണ് ഉള്ളതെന്നാണ് അഭിമാനിച്ചിരുന്നത്. പക്ഷെ 2024 ഈ വർഷം എത്തിയപ്പോൾ അടുത്തൊരു പടവ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു. ഞങ്ങൾ കാണാത്തൊരു പടവ്. അങ്ങനെ ഓരോ വർഷവും നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും പടവുകൾ ഇങ്ങനെ കയറി പോവുകയാണ്. അതിൽ എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിൽ നിങ്ങളെല്ലാവരെയും ഇവിടെ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഓരോ അധ്യാപകരെയും, അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ HM ഓരോരുത്തരെയും ഈ ചടങ്ങിൽ അവരോട് നന്ദി പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് അടുത്ത വർഷവും ഇതിലെ ഏറെ നേട്ടങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ PTA പ്രസിഡന്റ്, PTA സംഘടിപ്പിച്ച് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് PTA പ്രസിഡന്റ് രാകേഷ് സാറാണ്. സാറിന് ഈ രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരിലും ഈ ചടങ്ങിന്റെ പേരിലും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ, വളരെ അറിയപ്പെടുന്ന, അത് നിങ്ങൾക്ക് ഈ ഒരു ചടങ്ങിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വളരെ കൃത്യമായി നമ്മുടെ ഏതോ ലോകത്തേക്ക് എത്തിച്ച രീതിയിൽ കവിതയൊക്കെ ചൊല്ലിയ, ശരിക്കും സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഏതോ ലോകത്ത് എത്തുകയായിരുന്നു. കാരണം അത്രയും വളരെ കവിത നമുക്ക് പല രീതിയിൽ നമ്മുടെ എത്തിക്കാൻ സാധിക്കും. പക്ഷെ അതിന്റെ ഭാവ പ്രകടനങ്ങളോടെ അതിന്റെ എല്ലാ സത്തയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിലേക്ക് എത്തിച്ച നമ്മുടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ഡോക്ടർ പീയൂഷൻ നമ്പൂതിരിപ്പാട് സാറിന് ഈ ചടങ്ങിന്റെ പേരിൽ ഞങ്ങളുടെ സ്കൂളിന്റെ പേരിൽ നന്ദി പറയുകയാണ്.